ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഇന്ന് നമ്മൾ റിമൈനിങ് ക്വസ്റ്റ്യൻസ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ ട്രൂ റിഗാർഡിംഗ് ദ ഫങ്ഷൻസ് ഓഫ് യോക്ക് ഇൻ എ ഡി സി മെഷീൻ? യോക്കിന്റെ ഫങ്ഷൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഒന്ന്, ഇറ്റ് പ്രൊവൈഡ്സ് എ പാത്ത് ഫോർ പോൾ ഫ്ലക്സ് എന്നുള്ളതാണ്. രണ്ടാമത്തെ, മെക്കാനിക്കൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യും, ഔട്ടർ ഫ്രെയിം ആയിട്ട് ആക്ട് ചെയ്യും എന്നൊക്കെ ഉള്ളതാണ് അതിൻ്റെ വരുന്നത്. കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുന്ന ACMFനെ DC ആക്കുന്നത് എന്താണ്? കമ്മ്യൂട്ടേറ്റർ ആൻഡ് ബ്രഷസ് ആണ്, അല്ലാതെ യോക്കല്ല. അപ്പൊ ഇത് അല്ല, ഈ ഓപ്ഷൻ അല്ല. ആർമേച്ചർ റിയാക്ഷൻ എഫക്റ്റ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതും ശരിയല്ല. ഇവിടുത്തെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ A 1 and 2. ദ നമ്പർ ഓഫ് പാരലൽ പാത്ത്സ് ഇൻ എ 4-pole വേവ് വൗണ്ട് ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എത്ര പോൾ ആണെങ്കിലും വേവ് വൗണ്ട് ആണെങ്കിൽ നമുക്കറിയാം, ഇറസ്പെക്റ്റീവ് ഓഫ് പോൾ നമ്പർ, വേവ് വൗണ്ടിന്റെ കേസിൽ നമ്പർ ഓഫ് പാരലൽ പാത്ത്സ് വിൽ ബി ഓൾവേസ് 2. ഓപ്ഷൻ B 2. Next question, in order to obtain maximum generated EMF in the armature of DC generator, what should be the shape of field flux waveform? Field flux waveform ന്റെ ഷേപ്പ് എന്തായിരിക്കണം എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ വരുന്നത് ഫ്ലാറ്റ് ടോപ്ഡ് വേവ് ഫോം ആണ്. അതിന്റെ റീസൺ ആയിട്ട് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്ലാറ്റ് ടോപ്ഡ് വേവ് ഫോം ആവുമ്പോൾ ഫീൽഡ് ഫ്ലക്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് യൂണിഫോം ആയിരിക്കും. അതുപോലെ തന്നെ മാക്സിമം ഇൻഡ്യൂസ്ഡ് EMF കണ്ടക്ടേഴ്സിൽ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ A ഫ്ലാറ്റ് ടോപ്ഡ് വേവ് ഫോം ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ലോങ് ഷണ്ട് DC കോമ്പൗണ്ട് ജനറേറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തന്നെ നമുക്ക് ഫിഗർ വരയ്ക്കാം. സീരീസ് ഉണ്ടായിരിക്കും, ലോങ് ഷണ്ട് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ പാരലൽ ആയിട്ടായിരിക്കും നമ്മുടെ ഫീൽഡ് വരുന്നത്. ജനറേറ്റർ ആണ്, IL പുറത്തേക്ക് വരുന്നു. ഇവിടെ നിന്ന് ആർമേച്ചർ കറണ്ട് IA വരുന്നു, ഇവിടെ നിന്ന് ISH ഇങ്ങോട്ട് പോകുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ കേസിൽ ആർമേച്ചർ കറണ്ടിന്റെ ഇക്വേഷൻ IA ഇസ് ഈക്വൽ ടു എന്താണ് എഴുതാം? IL പ്ലസ് ISH ആണെന്ന് എഴുതിക്കൂടെ? ഇനി ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. IL നമുക്ക് ഡയറക്റ്റ് തന്നിട്ടില്ല, പക്ഷെ ജനറേറ്റർ ഡെലിവർ ചെയ്യുന്ന പവറും വോൾട്ടേജും തന്നിട്ടുണ്ട്. അതായത് IL എന്ന് പറയുന്നത് എന്തായിരിക്കും? P ഡിവൈഡഡ് ബൈ V ചെയ്തതായിരിക്കും. P എന്ന് പറയുന്നത് 2.2 കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ 2200 എന്ന് എഴുതാലോ. ഡിവൈഡഡ് ബൈ 220 ചെയ്യാം. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10 ആംപിയർ ആണ് IL എന്ന് കിട്ടും. ഇനി നമുക്ക് ഒരാളും കൂടി വേണം ആർമേച്ചർ കറണ്ട് കാണണമെങ്കിൽ, ISH കാണാനുള്ള ഫോർമുല നമുക്ക് ഓൾറെഡി അറിയാം. V ഡിവൈഡഡ് ബൈ RSH ചെയ്താൽ മതി. V എന്ന് പറയുന്നത് 220 വോൾട്ട് ആണ്, ഡിവൈഡഡ് ബൈ RSHന്റെ വാല്യൂ 110 ohms ആണ്. ഇവിടെ ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിവൈഡ് ബൈ 110 ചെയ്യുമ്പോൾ 2 ആംപിയർ. അതായത് IAയുടെ വാല്യൂ എന്തായിരിക്കും? IL പ്ലസ് ISH ചെയ്തായിരിക്കും. ചെയ്യുമ്പോൾ 10 പ്ലസ് 2 12 ആംപിയർ വരും. അതായത് ഇവിടുത്തെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ C 12 ആംപിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ ട്രൂ റിഗാർഡിംഗ് ദ മെക്കാനിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്? ഇത് ഇന്നലെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്താണ് മെക്കാനിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ടോർക്ക് വേഴ്സസ് സ്പീഡാണ് എന്ന് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓഫ് എ DC ഷണ്ട് മോട്ടോറിന്റെ കേസിലാണ് പറയുന്നത്. അപ്പോൾ ടോർക്ക് വേഴ്സസ് സ്പീഡ് ഗ്രാഫ് ആണെന്ന് പറയുന്നത് ശരിയാണ്. പിന്നെ ഗ്രാഫ് ബിറ്റ്വീൻ ആർമേച്ചർ കറണ്ട് ആൻഡ് ടോർക്ക് എന്തായിരുന്നു? ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, ഇലക്ട്രിക്കൽ കാരയിലാണ് വരുന്നത്. അപ്പൊ ഇത് ഈ ഓപ്ഷൻ തെറ്റാണ്. നെക്സ്റ്റ്, ഷേപ്പ് ഈസ് ലീനിയർ ആണോ? ഒരെണ്ണം ലീനിയർ എന്നുള്ള ഓപ്ഷൻ തന്നിട്ടുണ്ട്, ഒരെണ്ണം ഹൈപ്പർബോളിക്കും തന്നിട്ടുണ്ട്. ഇവിടുത്തെ കേസിൽ DC ഷണ്ട് മോട്ടോറിന്റെ കേസിൽ ഷേപ്പ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് ലീനിയർ ആണ്. ഓപ്ഷൻ C ആണ് ആൻസർ ആയിട്ട് വരിക. ഓൺലി 1 and 3. ഓക്കെ, DC ഷണ്ട് മോട്ടോർ റണ്ണിങ് അറ്റ് 1500 RPM. An additional resistance is introduced in field circuit of motor without any change in applied voltage. Applied voltage change ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. Speed of the motor is
നമുക്ക് അറിയാം സ്പീഡ് ഓഫ് ദ മോട്ടോർ ഈസ് പ്രൊപ്പോർഷണൽ ടു EB ഡിവൈഡഡ് ബൈ 5 ആണ്. അങ്ങനെയാണെങ്കിൽ അഡീഷണൽ റെസിസ്റ്റൻസ് കൊടുത്തു കഴിയുമ്പോൾ ഫീൽഡ് കറണ്ട് റെഡ്യൂസ് ചെയ്യും, അതായത് ഫ്ലക്സ് റെഡ്യൂസ് ചെയ്യും, അതായത് സ്പീഡ് ഇൻക്രീസ് ചെയ്യും. അപ്പൊ എത്രയായിരുന്നു, എത്ര RPM-ലായിരുന്നു വർക്ക് ചെയ്തിരുന്ന അതിനേക്കാളും മോർ സ്പീഡിലാണ് വർക്ക് ചെയ്യുക. വിൽ ബി മോർ ദാൻ 1500 RPM. പിന്നെ ഇത് ഫീൽഡ് കൺട്രോൾ ആണെന്ന് നമുക്കറിയാം. ഫീൽഡ് കൺട്രോൾ ആണെങ്കിൽ എപ്പോഴും എങ്ങനെയാണ്, എബവ് നോർമൽ സ്പീഡ് ആയിരിക്കും നമുക്ക് കിട്ടുന്ന സ്പീഡ് എന്ന് പറയുന്നത്. ആർമേച്ചർ കൺട്രോൾ ആണെങ്കിലാണ് ബിലോ നോർമൽ സ്പീഡ് വരുന്നത്. ഓക്കെ, ഇവിടുത്തെ ഓപ്ഷൻ ബി വിൽ ബി മോർ ദാൻ 1500 RPM. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്പീഡ് ഓഫ് എ DC മോട്ടോർ ഈസ്. DC മോട്ടോറിന്റെ സ്പീഡ് ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞുള്ളൂ, സ്പീഡ് ഇസ് ഈക്വൽ ടു പ്രൊപ്പോർഷണൽ ടു EB ബൈ 5 എന്ന് എഴുതാമല്ലോ നമുക്ക്. വിച്ച് മീൻസ് N ഈസ് പ്രൊപ്പോർഷണൽ ടു ബാക്ക് EMF. അതാണ് ഓപ്ഷൻ ബിയിൽ കൊടുത്തിട്ടുള്ളത്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബാക്ക് EMF. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സ് ആണോ? അല്ല, ബിക്കോസ് N ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സ് ആണ് വരുന്നത്, കോൺസ്റ്റന്റ് ആയിരിക്കില്ല. അതുപോലെ ബാക്ക് EMF-ന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും ഫ്ലക്സിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്, അല്ലാണ്ട് രണ്ടിന്റെയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ അല്ല. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ബി, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബാക്ക് EMF. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ സ്റ്റാർട്ടേഴ്സ് ആർ റിക്വയർഡ് ടു സ്റ്റാർട്ട് DC മോട്ടോർ ഇൻ ഇൻഡസ്ട്രീസ്. നമ്മൾ DC മോട്ടോർ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് എന്തിനാണ് സ്റ്റാർട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. സ്റ്റാർട്ടേഴ്സ് നമ്മൾ DC മോട്ടോർ പഠിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, എന്താണ്, സ്പീഡ് N ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് ആർമേച്ചർ കറണ്ട് മാക്സിമം ആയിരിക്കും, വിച്ച് മീൻസ് V/RA വിച്ച് ഈസ് വെരി ഹൈ. ആ സമയത്ത് ബേൺ ചെയ്ത് പോവാതിരിക്കാനൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു സ്റ്റാർട്ടിംഗ് റെസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ സ്റ്റാർട്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ആർമേച്ചർ കറണ്ട് ഹൈ വാല്യൂ ആയിട്ടുള്ളത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഓപ്ഷൻ ബി, റെഡ്യൂസ് ആർമേച്ചർ കറണ്ട്. സ്റ്റാർട്ടിങ്ങിലുള്ള ഹൈ വാല്യൂ ഓഫ് ആർമേച്ചർ കറണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഇൻ ആർമേച്ചർ കണ്ടക്ടേഴ്സ് ഓഫ് DC ജനറേറ്റർ ആണ്. ജനറേറ്റർ റൂൾ ഏതാ? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഏതായിരുന്നു? മോട്ടോർ റൂൾ ആണ്. ഓക്കെ, ഇവിടുത്തെ ഓപ്ഷൻ എ, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സ് ആർ മെയ്ഡ് ഓഫ്. കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണ്? കോപ്പർ വെച്ചിട്ടാണ്. അതിന്റെ ഇടയിൽ മൈക്ക ഇൻസുലേഷൻസ് നമ്മൾ വെച്ചിട്ടുണ്ടാവും, പക്ഷെ കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സ് ഉണ്ടാക്കിയിട്ടുള്ളത് കോപ്പർ കൊണ്ടാണ്. ഓക്കെ, ഇവിടുത്തെ ഓപ്ഷൻ എന്ത് വരും? ഓപ്ഷൻ എ, കോപ്പർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മോട്ടോർ ഹാസ് ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക്. സ്റ്റാർട്ടിംഗ് ടോർക്ക് ഹൈ ഉള്ളത് ഏതിന്റെ കേസിലാണ്? DC സീരീസ് മോട്ടറിന്റെ കേസിലാണ് വെരി ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് വരുന്നത്. ഷണ്ട് മോട്ടോറിന്റെ കേസിലാണെങ്കിൽ ലോ സ്റ്റാർട്ടിംഗ് ടോർക്ക് ആണ്. DC കോമ്പൗണ്ട് മോട്ടറിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഒരു മോഡറേറ്റ് ലെവലിലാണ് സ്റ്റാർട്ടിംഗ് ടോർക്ക് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വോൾട്ടേജ് ഇക്വേഷൻ ഓഫ് DC മോട്ടോർ. DC മോട്ടറിന്റെ കേസിൽ നമുക്കറിയാം ബാക്ക് EMF EB will be equal to V minus IaRa. അപ്ലൈഡ് വോൾട്ടേജ് മൈനസ് ആർമേച്ചർ റെസിസ്റ്റൻസിന്റെ അക്രോസ് വരുന്ന ഡ്രോപ്പ്. അല്ലെങ്കിൽ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? V is equal to EB plus IaRa. Which means option A, V equal to EB plus IaRa. Next question, the EMF induced in a conductor rotating in a bipolar magnetic field is. നമുക്ക് ഇൻഡ്യൂസ് ചെയ്യുന്ന EMF എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? AC നേച്ചറിലുള്ളതായിരിക്കും. ആ AC നേച്ചറിലുള്ള EMF-നെ നമ്മൾ എന്താക്കി മാറ്റാണ്? DC-യിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്, യൂസിങ് കമ്മ്യൂട്ടേറ്റർ ആൻഡ് ബ്രഷസ്. അല്ലെ? അപ്പൊ ഇവിടുത്തെ കേസിൽ EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMF എന്ന് പറയുന്നത് എന്താണ്? ഓൾട്ടർനേറ്റിംഗ് ഇൻ നേച്ചർ ആണ്, അതായത് AC ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് DC മോട്ടോർ. DC മോട്ടോർ ആണ് ചോദിച്ചിട്ടുള്ളത്. DC മോട്ടോർ ആകുമ്പോൾ ഏതായിരിക്കും? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. റൈറ്റ് ഹാൻഡ് റൂളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജനറേറ്റർ റൂൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ഫ്രീക്വൻസി ഓഫ് എ ആർമേച്ചർ കണ്ടക്ടർ, ഫ്രീക്വൻസി ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് തന്നിട്ടുള്ളത് നമ്പർ ഓഫ് പോൾസ് 8 ആണെന്ന് തന്നിട്ടുണ്ട്. P ഈക്വൽ ടു 8, DC ജനറേറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്പീഡ് ഈക്വൽ ടു 1500 RPM ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്പീഡിനൊരു ഇക്വേഷൻ ഉണ്ട്, 120 F/P എന്നാണ്. ഇതിൽ നിന്ന് നമുക്ക് എഫിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? Pn ഡിവൈഡഡ് ബൈ 120 which is equal to 8 into 1500 divided by 120 വരും. രണ്ടും ക്യാൻസൽ ആയി. 4 2 8 4 3 12 3 5 15 100 ഹെഡ്സ്. ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ DC മെഷീൻ്റെ കേസിൽ സ്പാർക്ക്ലെസ് കമ്മ്യൂട്ടേഷൻ അച്ചീവ് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്സ് യൂസ് ചെയ്യുക, അതുപോലെ ഹൈ റെസിസ്റ്റൻസ് കാർബൺ കോമ്പൗണ്ട് ബ്രഷസ് യൂസ് ചെയ്യുക, ഇന്റർപോൾസ് യൂസ് ചെയ്യുക. ഈ മൂന്നും വരും. അപ്പോൾ ഓൾ ഓഫ് ദി എബവ് ആണ് ഇവിടുത്തെ ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെഷീൻസ് ഹാവ് സെയിം ആർമേച്ചർ കറണ്ട് ആൻഡ് ഫീൽഡ് കറണ്ട്? ആർമേച്ചർ കറണ്ടും ഫീൽഡ് കറണ്ടും സെയിം ആവണത് ഏതിലാണ്? ഒരെണ്ണത്തിലാണ് നമുക്ക് സെയിം ആവുന്നത്. ഏതിലാണ്? സീരീസ് അല്ലേ? സീരീസ് മെഷീൻ ആണെങ്കിലാണ് എന്തുണ്ടാവുക? ആർമേച്ചർ കറണ്ടും അതുപോലെ സീരീസ് ഫീൽഡ് കറണ്ടും ഈക്വൽ ആവുക. അപ്പോൾ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ബി, സീരീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫ്ലക്സ് ഓഫ് DC മോട്ടോർ ഇൻക്രീസസ്, ഇറ്റ്സ് സ്പീഡ് വിൽ. നമുക്കറിയാം ഫ്ലക്സിൻ്റെയും സ്പീഡിൻ്റെയും തമ്മിലുള്ള റിലേഷൻ N ഈസ് പ്രൊപ്പോർഷണൽ ടു EB/5 അല്ലെങ്കിൽ V മൈനസ് IA/RA ഡിവൈഡഡ് ബൈ 5 എന്ന് എഴുതാം. അതായത് N ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സ്. അപ്പോൾ ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ സ്പീഡ് വിൽ ഡിക്രീസ്. ഓപ്ഷൻ സി. ക്ലിയർ അല്ലേ? Next question, what will happen if shunt field resistance is too large? Shunt field resistance വളരെ കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? V ഡിവൈഡഡ് ബൈ RSH എൻ്റെ വാല്യൂ എന്തുണ്ടാവും? ഈ RSH വളരെ കൂടുതലാണെങ്കിൽ ISHന്റെ വാല്യൂ വളരെ കുറവായിരിക്കും. അതായത് വോൾട്ടേജ് ബിൽഡപ്പ് ചെയ്യാനായിട്ട് ഫെയിൽ ആവും. ഓപ്ഷൻ എ, fails to build up voltage. Next question, how is the load shifted from one generator to another when DC generators are operating in parallel? രണ്ട് DC ജനറേറ്റേഴ്സ് പാരലൽ ഓപ്പറേഷനിലാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ലോഡ് എങ്ങനെയാണ് ഷിഫ്റ്റ് ചെയ്യാന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ചെയ്യുന്നത് എക്സൈറ്റേഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ഡി, അഡ്ജസ്റ്റിംഗ് എക്സൈറ്റേഷൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ജനറേറ്റർ ഡസ് നോട്ട് ബിൽഡ് അപ്പ് വോൾട്ടേജ് ഇഫ് ലോഡ് ഈസ് നോട്ട് കണക്റ്റഡ്? ലോഡ് കണക്ട് ചെയ്തില്ലെങ്കിൽ വോൾട്ടേജ് ബിൽഡപ്പ് ചെയ്യാത്തത് ഏതാണ്? സീരീസ് ജനറേറ്റർ ആണ്. കാരണം സീരീസ് ജനറേറ്ററിന്റെ കേസിലാണ് എന്ത് വരുന്നത്? IA ഈക്വൽ ടു ISE ഈസ് ഈക്വൽ ടു IL വരുന്നത്. അതായത് ഇവിടെ ലോഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? വോൾട്ടേജ് ബിൽഡപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ എ, സീരീസ് ജനറേറ്റർ. വിച്ച് മോട്ടോർ ഇസ് യൂസ്ഡ് ഇൻ ഹെവി കൺസ്ട്രക്ഷൻ ട്രക്സ്? ഹെവി കൺസ്ട്രക്ഷൻ ട്രക്സിന്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് DC സീരീസ് മോട്ടർ ആണ്. കാരണം സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. നമുക്ക് ആദ്യം തന്നെ ബൾക്കായിട്ടുള്ള അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ലോഡിനെയാണ് എന്ത് ചെയ്യേണ്ടി വരുന്നത്? മാനേജ് ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ട് ഒബ്വിയസ്ലി ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ DC സീരീസ് മോട്ടർ ആയിരിക്കും യൂസ് ചെയ്യുക. Which type of DC generator is used for long distance distribution line? Long distance distribution line എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് cumulative compound generator ആണ് കേട്ടോ. And the last question, which speed control methods offers below normal speed in DC shunt motor? നോർമൽ സ്പീഡിനേക്കാളും കുറവാണെങ്കിൽ ഏത് കൺട്രോൾ ആണ്? ആർമേച്ചർ കൺട്രോൾ ആണ്. അതേസമയം ഫീൽഡ് കൺട്രോൾ മെത്തേഡ് ആണെങ്കിൽ എന്താണ് നമുക്ക് കിട്ടുക? എബവ് നോർമൽ സ്പീഡിലുള്ള സ്പീഡ്സ് ആണ് കിട്ടുക. ഓക്കെ,
നമ്മൾ പഠിച്ചതാണ്. ഇവിടുത്തെ കേസിൽ എന്ത് ഓപ്ഷൻ വരും? ഓപ്ഷൻ സി, ആർമേച്ചർ കൺട്രോൾ മെത്തേഡ്. നമ്മൾ ഇന്നും ഒരു 25 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനിയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പം നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ 2022 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ 18 to 22 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ കേരള PSC ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലത്തെ DC മെഷീൻസിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ബാക്കി ഇയറിൻ്റെയും കൂടി നെക്സ്റ്റ് പാർട്ടായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സൈനിങ് ഓഫ്, യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. Focus on what really matters.